നന്നായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ കോറികളിലും അതുപോലെ പാടങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ നിറയെ വെള്ളം കയറാറുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ഇലക്ട്രിസിറ്റിയും പ്രോബ്ലം വരുന്നത്. മഴ പെയ്യുമ്പോൾ നമ്മുടെ പലപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പമ്പ് വെച്ച് ഇതൊക്കെ ഡീവാട്ടറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് ആണ്. അത് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പൊ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നോർമലി ഡീവാട്ടറിങ്ങിന് വേണ്ടി പെട്രോൾ എഞ്ചിൻസും അതുപോലെ ഡീസൽ എഞ്ചിൻസും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം ഡിസ്ചാർജ് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നോർമലി ഇപ്പൊ പെട്രോൾ എഞ്ചിൻസിനൊക്കെ ഡിസ്ചാർജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 20,000 മുതൽ ഒരു 30,000 വരെയൊക്കെ ഡിസ്ചാർജ് കിട്ടും. എന്നാൽ അത്രയും ഈ ഒരു ഡിസ്ചാർജ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന വലിയ കോറി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലക്ഷക്കണക്കിനുള്ള ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ചിലപ്പോൾ ദിവസങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ഇതൊന്നും പ്രായോഗികമായിട്ട് നമുക്ക് പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ഹയർ HP 20 HP 30 HP അല്ലെങ്കിൽ 50 HP ഒക്കെ എൻ സെക്ഷൻ പമ്പ് അല്ലെങ്കിൽ ബെയർ ഷാഫ്റ്റ് പമ്പുകൾ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഒരു കോറിയിലാണ്. അപ്പൊ നമ്മുടെ ഈ സൈറ്റില് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു 20 HP ഫ്ലോട്ടിംഗ് പമ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ സമയത്തും പ്രോപ്പറായിട്ട് കറണ്ട് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള യൂസ് ചെയ്യുന്ന ഒരു ട്രാക്ടറിൽ നമ്മളൊരു ട്രാക്ടർ കപ്പിൾഡ് പമ്പ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഒരു ഫ്ലോട്ടിംഗ് ഡീവാട്ടറിംഗ് പമ്പിനെ പറ്റിയാണ്. അതേ സെയിം സൈറ്റിലാണ് ആ പമ്പ് നമുക്ക് ഇവിടെ കാണാം. ആ കോറിയിൽ ഫ്ലോട്ടിംഗ് പമ്പ്, ആ പമ്പ് ഇപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണ്. അതിനുശേഷം ഇവിടെ നന്നായിട്ട് മഴ പെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിർത്താതെ മഴ പെയ്തിരുന്നു. അത് കാരണം കോറിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂർ വരെ ഇപ്പൊ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇലക്ട്രിക്കൽ പമ്പ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിനാണ് നമ്മൾ എഞ്ചിൻ കപ്പിൾഡ് പമ്പ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനിൽ നമുക്ക് കപ്പിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഈ സൈറ്റിൽ കോറി ആവശ്യത്തിന് വേണ്ടിയുള്ള ട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ട്രാക്ടേഴ്സിൽ നമ്മൾ കപ്പിൾ ചെയ്ത് ഒരു 25 HP എൻ സെക്ഷൻ പമ്പ് നമ്മൾ കപ്പിൾ ചെയ്ത് ഈ വെള്ളം എല്ലാം നമുക്ക് ഡീവാട്ടറിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാം. കോറിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാക്ടറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രാക്ടറിലാണ് നമ്മളിന്ന് പമ്പ് സൈഡ് കപ്പിൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രാക്ടറിന് 50 HP ആണ് ഇതിന്റെ പവർ. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു പുള്ളി നമ്മൾ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുള്ളിയിൽ നമ്മൾ ഈ കാണുന്ന പമ്പ് ഇതിനകത്തോട്ട് കപ്പിൾ ചെയ്യുക. അത് നമ്മളൊരു ബെൽറ്റ് ഉപയോഗിച്ചാണ് കപ്പിൾ ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ വർക്കെല്ലാം നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇത് നമ്മൾ നേരത്തെ ഇതിന്റെ ഫ്രെയിം എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് ഈ പമ്പ് എല്ലാം പിടിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പൊ ഈ ഒരു പമ്പ് സൈഡ് ഈ പുള്ളിയിൽ നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ച് കപ്പിൾ ചെയ്യുക. ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി നമ്മൾ പമ്പ് നോക്കിക്കഴിഞ്ഞാൽ അൾഗോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു എൻ സെക്ഷൻ പമ്പ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ മോഡൽ നമ്പർ വന്നിട്ട് TDP 250/100 എന്നാണ് ഈ മോഡലിന്റെ പേര്. അപ്പൊ ഇതിന്റെ പൈപ്പ് സൈസ് വന്ന് 4x4 ഇതിന്റെ പൈപ്പ് സൈസ്. ഇത് RPM വന്നിട്ട് 1500 ആണ് RPM. അപ്പൊ നമ്മൾ ഈ 1500 കൺവേർട്ട് ചെയ്യാൻ വേണ്ടി താഴത്തെ എഞ്ചിന്റെ RPM വന്നിട്ട് ശരിക്കും 900 RPM വരുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് ചെറിയ സൈസിലുള്ള 6 ഇഞ്ചിന്റെ ഒരു പുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അതിനെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ പുള്ളി ഉപയോഗിച്ചിട്ടാണ് ഇത് 1500 RPM നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് റേഞ്ച് വന്നിട്ട് നമുക്ക് 16 മുതൽ 27 മീറ്റർ വരെയാണ് ഇതിന്റെ മാക്സിമം ഹെഡ്. ഈ പമ്പിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 48 LPS ആണ് ഇതിന്റെ മാക്സിമം ഡിസ്ചാർജ്. അതായത് 1,72,000 ലിറ്റർ ആണ് ഇതിന്റെ മാക്സിമം ഡിസ്ചാർജ്. നമുക്ക് ഇവിടെ സൈറ്റിൽ ഏകദേശം ഒരു 20-25 മീറ്ററോളം ഹെഡ് വരും. അപ്പൊ ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 80,000 ലിറ്റർ വരെ നമുക്ക് ഈ ഒരു പമ്പിന് ഡിസ്ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ എഫിഷ്യൻസി 60% ഇതിനകത്ത് എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് റെക്കമെൻഡ് HP പ്രൈം മൂവർ കാണിച്ചേക്കുന്നത് ഒരു 25 HP ആണ് ഈ ഒരു പമ്പിന്റെ HP പ്രൈമറുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ എഞ്ചിന് 50 HP ആണ് ഇത് പവറെങ്കിൽ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത് ഒരു 25 HP മാത്രമേ നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു കപ്ലിംഗ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പൊ ഈ കോറിക്കകത്ത് നേരത്തെ കണ്ടതുപോലെ ഈ ഒരു ദുർഘടമായ വഴിയിലൂടെ എല്ലാം നമുക്ക് ഈ ട്രാക്ടർ കൊണ്ടുപോകാനും പറ്റും. അതുപോലെ നമുക്ക് ഏറ്റവും താഴെ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി നമുക്കിത് പമ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു ട്രാക്ടറിൽ ഈ എൻ സെക്ഷൻ പമ്പ് കപ്പിൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. ഈ കാണുന്നതാണ് എൻ സെക്ഷൻ പമ്പ്. അപ്പൊ ഇതിന്റെ പ്രൈം മൂവർ നമ്മുടെ മോട്ടറിലോ എഞ്ചിനിലോ ഇഷ്ടമുള്ളതിൽ നമുക്ക് കപ്പിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഈ ട്രാക്ടറിന്റെ എഞ്ചിനിൽ നമ്മൾ ബെൽറ്റ് ഡ്രിവൺ ആയിട്ടാണ് നമ്മളിത് കപ്പിൾ ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഡയറക്റ്റ് വേണമെങ്കിൽ കപ്പിൾ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇതേപോലെ ബെൽറ്റ് ഡ്രിവൺ ആയിട്ട് നമുക്കിത് കപ്പിൾ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ വന്നിട്ട് ഈ കാണുന്ന ആരോയാണ് ഈ പമ്പിന്റെ റൊട്ടേഷൻ കാണിക്കുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് ഈ ഒരു പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഇമ്പലർ കറങ്ങുന്നത് ഈ ഒരു റൊട്ടേഷനിലാണ് ഇത് കറങ്ങുന്നത്. ഇത് റിവേഴ്സ് റൊട്ടേഷനിൽ കറങ്ങി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നമുക്ക് ഔട്ട്പുട്ട് ഇതിൽ കിട്ടത്തില്ല. അപ്പോൾ നോർമലി ഒരു 15 മുതൽ 20 HP വരെയുള്ള പമ്പുകളിലാണ് ഇങ്ങനത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള പമ്പുകൾ കിട്ടാറുള്ളത്. നമ്മളിപ്പോ ഈ ഒരു കസ്റ്റമർ ഈ ഒരു സൈറ്റിലത്തേക്ക് വേണ്ടി നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് അപ് ടു 50 HP വരെയുള്ള എൻ സെക്ഷൻ പമ്പുകളിൽ നമുക്ക്
ഇങ്ങനത്തെ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള പമ്പ് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് കസ്റ്റമൈസേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിപ്പോ നോർമലി ഇത് വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നോർമലി വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഏത് ടൈപ്പിലുള്ള പമ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ഡയറക്ഷനുള്ള പമ്പ് എല്ലാം നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് നമുക്ക് അവൈലബിലിറ്റി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പമ്പിന്റെ കപ്ലിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു. ട്രാക്ടറുമായിട്ടുള്ള കപ്ലിംഗ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള സൈറ്റിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കൂടെ ഈ ക്വാറിയിലെ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടെ നമ്മുടെ കമ്പനിയുടെ ആൾക്കാരും ഉണ്ട്. സക്ഷനും ഡെലിവറിയുടെയും ഹോസിന്റെ കണക്ഷൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രൈമിംഗ് യൂണിറ്റ് വഴി നമ്മൾ വെള്ളം ഒഴിച്ച് ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം ലോഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ഈ സൈഡിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. നമ്മൾ ഈ കണ്ട പോലത്തെ അടിപൊളി ഡിസ്ചാർജ് ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഹോസ് മേളിലോട്ട് പോകുന്ന ലൈൻസിൽ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ വർക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ ഡീവാട്ടറിംഗ് സിസ്റ്റം നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ മോട്ടറിലായാലും അതുപോലെ എഞ്ചിനിലാണെങ്കിലും ട്രാക്ടറിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വർക്ക് ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റുകളായിട്ട് അറിയിക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.